ഞങ്ങളങ്ങനെ ഒരു ഗവി ട്രിപ്പ് പോവാട്ടോ. എൻ്റെ കൂടെയുള്ളത് സിനി, അനു ടീച്ചർ, സരിത ടീച്ചർ, ഇനി സോവി ടീച്ചർ കൂടി വഴിക്കുന്ന കയറാനുണ്ട്. നേരെ ഗവിക്കല്ല, തൊടുപുഴയിൽ നിന്ന് കുട്ടിക്കാനം പീരുമേട് വഴി തേക്കടി വുഡ്നോ റിസോർട്ടിലേക്ക്. ഞങ്ങൾ സ്ത്രീകൾ മാത്രമുള്ള ട്രിപ്പായതുകൊണ്ട് ട്രാവൽ നോട്ട് ഹോളിഡേയ്സ് ഈ വണ്ടി അറേഞ്ച് ചെയ്ത് തന്നതാണ് കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് പീരുമേട്ടിലെ പട്ടുമല മാതാ പള്ളിയിലാണ്. ഇടുക്കി ജില്ലയിലെ തന്നെ ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണിത്. ദേ ഈ തേയിലത്തോട്ടം കണ്ടോ? ഇത് കരടിക്കുഴിയാണ് കേട്ടോ. തേയിലത്തോട്ടങ്ങളിലൂടെ നടക്കാനും പ്രകൃതി ദൃശ്യങ്ങൾ ആസ്വദിക്കാനും പറ്റിയ സ്ഥലം. അടുത്ത് നമ്മൾ വണ്ടി നിർത്തിയിരിക്കുന്നത് വണ്ടിപ്പെരിയാറ്റിലെ കോണിമറ ടീ എസ്റ്റേറ്റിലാണ് കേട്ടോ. തേയിലയിലകളുടെ സുഗന്ധം കലർന്ന തണുത്ത കാറ്റടിച്ച് അല്പനേരം ഞങ്ങൾ നടന്നു. ഇനി നേരെ വുഡ്നോ റിസോർട്ടിലേക്ക്. ഇന്ന് റിസോർട്ടിൽ താമസിച്ച് നാളെ രാവിലെയാണ് കേട്ടോ ഗവിക്ക് പോകുന്നത്. ദേ അങ്ങനെ നമ്മൾ തേക്കടി വുഡ്നോ റിസോർട്ടിൽ എത്തിയിട്ടോ. ഇത് റിസപ്ഷൻ ഏരിയ. ചെക്ക് ഇൻ ചെയ്ത് ഞങ്ങൾ റൂമിലെത്തി. ഇതൊരു സീഡ് റൂമാണ് കേട്ടോ. നല്ല വിശാലമായ റൂം. മനോഹരമായ ഈ റിസോർട്ടിൻ്റെ അന്തരീക്ഷത്തിൽ ഫ്രണ്ട്സുമായി ഒത്തുചേർന്ന് ഫുഡ് കഴിക്കുന്നത് രസം തന്നെ. ഇത് ഈ റിസോർട്ടിൻ്റെ സൈഡിലെ തന്നെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. വളരെ മനോഹരമായൊരു സ്വിമ്മിംഗ് പൂള്. ഇതേ ഇപ്പോൾ സമയം വൈകുന്നേരം 6 മണി. തേക്കടി യോദായിലെ കളരിപ്പയറ്റ് ഷോ കാണാൻ ഞങ്ങൾ കയറിയേക്കും കേട്ടോ. ഏകദേശം ഒരു 45 മിനിറ്റ് സമയമുണ്ടെന്നാണ് പറഞ്ഞത്. ഇതിനു മുമ്പ് ഞങ്ങൾ 5 പേരും കളരിപ്പയറ്റ് നേരിട്ട് കണ്ടിട്ടില്ലായിരുന്നു. റിസോർട്ടിൽ തിരിച്ചെത്തി ഒന്ന് ഫ്രഷായി ഞങ്ങൾ നേരെ വന്നത് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിലേക്കാണ്. ഡിന്നർ ഇവിടെ ബൊഫേ സിസ്റ്റമാണ് കേട്ടോ. നാളെ രാവിലെ 5:30 നമ്മുടെ ഗവി ട്രിപ്പ്. അതുകൊണ്ട് തന്നെ ഒത്തിരി താമസിക്കാതെ ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ്. നമുക്ക് ഗവിക്ക് പോകാനുള്ള വണ്ടി റെഡിയാണ് കേട്ടോ. ഇപ്പോൾ സമയം രാവിലെ 5:30. തേക്കടി വുഡ്നോ റിസോർട്ടിൽ നിന്ന് വള്ളക്കഴുവ് വഴിയാണ് കേട്ടോ നമ്മുടെ ഗവി യാത്ര. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലാണ്. ഗവിയിലേക്കുള്ള എൻട്രി ടിക്കറ്റ് ഇവിടെ നിന്നാണ് എടുക്കേണ്ടത്. ഞങ്ങൾക്കുള്ള പാസും കാര്യങ്ങളുമെല്ലാം ട്രാവൽ നോട്ട് ഹോളിഡേയ്സുകാർ തന്നെ മുൻകൂട്ടി ബുക്ക് ചെയ്ത് റെഡിയാക്കിയിട്ടുള്ളതാണ്. ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് വണ്ടി നിർത്തിയപ്പോൾ അടുത്തുള്ളൊരു കടയിൽ കയറി ചൂട് ചായ കുടിച്ചു. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ജീപ്പ് ഡ്രൈവർ ഹക്കീം. അവിടെ വെച്ച് ഹക്കീം ജീപ്പിൻ്റെ റൂഫ് തുറന്നു. ഇത് ജീപ്പിൽ നമുക്ക് എണീറ്റ് നിന്ന് കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ്. റോഡിൻ്റെ ഇരുവശത്തും കണ്ടോ കാടുകൾ. കാടിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ ഇതിലും പറ്റിയ നല്ല സമയമില്ല. അതിരാവിലെ നല്ല തണുപ്പ്. ഈ തുറന്ന ജീപ്പിൽ കാറ്റ് തഴുകിക്കൊണ്ട് കാട്ടിനുള്ളിലൂടെ സഞ്ചരിക്കുമ്പോൾ കിട്ടുന്ന അനുഭവം വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീരില്ല. അപ്പോൾ നിങ്ങളും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ജീപ്പിൽ ഒരു ഗവി ട്രിപ്പ് നടത്തുക. ഞങ്ങൾ ഫ്രണ്ട്സായിട്ടാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. നിങ്ങൾ ഫ്രണ്ട്സ് കൂടിയോ ഫാമിലി ആയോ ഒക്കെ വന്ന് ഈ കാടിൻ്റെ മനോഹാരിത ആസ്വദിക്കാം. ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാനാകാത്ത അനുഭവം തന്നെയാണ് കേട്ടോ ഇത്. ദേ അങ്ങോട്ട് നോക്കിക്കേ, ഒന്നിനു പുറകെ ഒന്നായി പോകുന്ന മലയെണ്ണാൻ. ഇവയുടെ സ്വാഭാവിക ജീവിതം കാട്ടിനൊപ്പം ഇടചേർന്ന് നിലകൊള്ളുന്നത് കാണുമ്പോൾ അത്ഭുതം തോന്നുകയാണല്ലേ. അങ്ങനെ കാട്ടുപോത്തിനെയും കണ്ടു കേട്ടോ. ആദ്യം ആനക്കുഞ്ഞാന്നൊക്കെ ഓർത്തത്. അങ്ങനെ അടുത്ത ആളെയും കാണാൻ പറ്റി, കരിങ്കുരങ്ങ്. ഇപ്പം ആന വന്ന് പോയതാന്നാണ് ഈ ഹക്കീം ചേട്ടൻ പറയുന്നത്. ദേ റോട്ടിൽ ആനപ്പിണ്ടവും കിടക്കുന്നുണ്ട്. ഗവിയിലെ ഒരു വ്യൂ പോയിന്റ് ആണ്. ഈ മല കാണുന്നതിൻ്റെ താഴ്വശത്താണ് അമ്പലം, ശബരിമല അമ്പലം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ട്രക്കിംഗ് ആയിട്ട് ആ മലയുടെ മണ്ടയിൽ ചെല്ലും. അവിടെ നിന്ന് ശബരിമല അമ്പലം വ്യൂ ആണ്. അങ്ങനെ സരിത ടീച്ചർ ഞങ്ങളെ ഒന്ന് പറ്റിക്കാൻ നോക്കിട്ടോ. ഈ ഗവി യാത്ര ഒരു വിനോദയാത്ര മാത്രമല്ല കേട്ടോ, മനസ്സിന് ശാന്തിയും സന്തോഷവും നൽകുന്ന ഒരു അനുഭവമാട്ടോ. ഗവി ഒരു സ്ഥലം മാത്രമല്ല, അത് മനസ്സിനെ പുതുക്കുന്ന ഒരു അനുഭവം തന്നെയാണ്. ആദ്യം തന്നെ നമ്മൾ വന്നിരിക്കുന്നത് ഇവിടുത്തെ KFTC ഓഫീസിലേക്കാണ്. നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുക്കണം. ഇവിടെ നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമുക്ക് ബോട്ടിങ്ങിന് പോകണം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ കഴിച്ചു. ബൊഫേ സിസ്റ്റമാണ് കേട്ടോ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ നമ്മുടെ ബോട്ട് യാത്ര തുടങ്ങിയിട്ടോ. ഈ തടാകത്തിൻ്റെ നടുവിൽ നിൽക്കുമ്പോൾ സമയം തന്നെ മന്ദഗതിയിലാകുന്നു. പക്ഷികളുടെ വിളി, ഇലകളുടെ ചലനം, ഇതൊരു യാത്രയല്ല, ജീവിതത്തിൻ്റെ ഒരു ഇടവേളയാണല്ലേ.
പ്രകൃതിയുടെ നിശബ്ദത കേൾക്കാൻ കഴിയുന്ന ഒരു സ്ഥലം തന്നെയാണ് ഗവി ഡാം. പ്രഭാത സൂര്യൻ്റെ സ്വർണ്ണരശ്മികൾ വെള്ളത്തിൽ പതിയുമ്പോൾ ഈ തടാകം ഒരു കണ്ണാടി പോലെ തോന്നുന്നുണ്ടല്ലേ. ഇപ്പോൾ ഡാമിലെ വെള്ളം കുറഞ്ഞതിനാൽ വെള്ളച്ചാട്ടത്തിന് കുറച്ച് മുമ്പ് തന്നെ ബോട്ട് നിർത്തി ഞങ്ങൾ ഇറങ്ങുവാട്ടോ. കുറച്ചു നേരം ഞങ്ങൾ ഈ കാടിൻ്റെയും വെള്ളത്തിൻ്റെയും ഇടയിലൂടെ നടക്കുക. ഈ കാടിനോട് ചേർന്ന് ഞങ്ങളങ്ങ് നടന്ന വെള്ളച്ചാട്ടം ഉള്ളിടത്തേക്ക് പോവുകയാണ്. ഇനി ആ കാണുന്ന പാറക്കെട്ടിലൂടെ വേണം നമുക്ക് മുകളിലെത്താൻ. അപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടമുള്ള സ്ഥലത്തെത്തി. അപ്പോൾ ഈ മാസമായതുകൊണ്ട് വെള്ളം തന്നെ കുറവായിരുന്നു. അപ്പോൾ കാടിന് നടുവിൽ തിക്കും തിരക്കും ബഹളവും ഒന്നുമില്ലാത്ത വളരെ ശാന്തമായ സ്ഥലം. ഓരോ മരവും നമ്മെ നോക്കി നിൽക്കുന്നതായി തോന്നും. കുറച്ചു നേരം ഞങ്ങളിവിടെ ചിലവഴിച്ചതിന് ശേഷം വീണ്ടും ബോട്ടുള്ള സ്ഥലത്തേക്ക് ഞങ്ങൾ നടന്നു. ബോട്ടിൽ കയറി വീണ്ടും ഒരു മടക്ക് യാത്ര. കരയിലേക്ക് മടങ്ങുമ്പോൾ നമ്മളൊന്നും കൊണ്ടുപോകുന്നില്ല. പക്ഷേ ഗവി നമ്മിൽ എന്തോ നിക്ഷേപിക്കുന്നു. ഒരു സമാധാനം, ഒരു ശാന്തത, ഒരു ഓർമ്മ, മറക്കാത്ത എന്തോ ഒന്ന്. ഈ കാണുന്നത് ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് താമസിക്കാനുള്ള റൂമുകളാണ്. ഇത് ഇനി നമ്മൾ കാണാൻ പോകുന്നൊരു ചെറിയൊരു മ്യൂസിയമാണ്. ഈ മ്യൂസിയത്തിൽ ആനയുടെ അസ്ഥികൂടം പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്നത് കണ്ടോ. മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി ഇനി കാട്ടിലൂടെയുള്ള ട്രെക്കിംഗ് തുടങ്ങിയാട്ടോ. ഞങ്ങളുടെ ട്രെക്കിംഗ് യാത്രയിൽ ആലുവയിൽ നിന്നുള്ളൊരു ഫാമിലിയും കൂടി കൂട്ടുകിട്ടി. അവരുടെ കൂടെയുള്ള ട്രെക്കിംഗ് നല്ലൊരു വൈബ് തന്നെയാണ്. ഇതാണ് ശബരിമല വ്യൂ പോയിന്റ്. ദൂരെയായി ശബരിമലയുടെ മലനിരകൾ കാണാം. മഞ്ഞുമൂടിയ മലകളും കാടുകളും ചേർന്ന് ഈ കാഴ്ച വാക്കുകളിൽ വിവരിക്കാൻ പറ്റാത്തതാണ്. ഇവിടുത്തെ കാഴ്ചകളും പ്രകൃതിയുടെ സൗന്ദര്യവും ഗൈഡിൻ്റെ വിവരണങ്ങളും എല്ലാം ചേർന്ന് ഒരു മറക്കാനാവാത്ത അനുഭവം തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ ട്രക്കിങ് പ്രകൃതിയെ അടുത്തറിയാനുള്ളൊരു അവസരം തന്നെയാണ് കേട്ടോ. കാട്ടിനുള്ളിലൂടെയുള്ള നമ്മുടെ ട്രക്കിംഗ് അങ്ങനെ കഴിഞ്ഞു കേട്ടോ. ദേ ഇപ്പം നമ്മൾ ഇറങ്ങി ചെല്ലുന്ന റോഡ് പത്തനംതിട്ട ഗവി റോഡാണ്. ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ലഞ്ച് റെഡി ആയിട്ടുണ്ട്. ലഞ്ച് കഴിച്ച് അല്പനേരം വിശ്രമത്തിന് ശേഷം നമ്മളിനി വന്ന വഴി തന്നെ തേക്കടിക്ക് പോവുകയാട്ടോ. റിസോർട്ടിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് നമ്മൾ നേരെ തൊടുപുഴയ്ക്ക് പോവാണ് കേട്ടോ. പീരുമേട് കുട്ടിക്കാനം വഴി തന്നെ. ഈ കാറ് നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നിരിക്കുന്ന ട്രാവൽ നോട്ട് ഹോളിഡേയ്സ് തന്നെയാണ്. ഈ ട്രിപ്പ് ഞങ്ങളുടെ ജീവിതത്തിലെ ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവം ആണെന്ന് തന്നെ പറയാം. വളരെ സേഫായി ട്രിപ്പ് അറേഞ്ച് ചെയ്തത് ട്രാവൽ നോട്ട് ഹോളിഡേയ്സ് ആണ്. ഇതുപോലൊരു ഗവി ട്രിപ്പ് പോകാൻ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ട്രാവൽ നോട്ട് ഹോളിഡേയ്സിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഞങ്ങൾ ഫ്രണ്ട്സ് ഒരുമിച്ചുള്ള യാത്രകൾ ഇനിയും ഉണ്ടാകും. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും ഒരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നന്ദി.